ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷം. അസമിൽ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 109ആയി. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രളയ സമാനമായ സാഹചര്യം തുടരുകയാണ്. ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പ്രളയ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചർച്ച നടത്തി. അസമിൽ പ്രളയക്കെടുതി തുടരുകയാണ്. മഴക്കെടുതിയിൽ 2 പേർ കൂടി മരിച്ചതോടെ ഈ വർഷം വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇടിമിന്നൽ എന്നിവ മൂലം സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 109ആയി. 18 ജില്ലകളിലായി 6 ലക്ഷത്തോളം ആളുകൾ പ്രളയ ദുരിതത്തിലാണ്. ബ്രഹ്മപുത്രയിലെയും കൈവഴികളിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുകയാണ്. 58,000-ലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുവെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ കാസിരംഗ ദേശീയ ഉദ്യാനത്തിലെ 196 മൃഗങ്ങൾ ചത്തു. അതേസമയം ചില മേഖലകളിൽ വെള്ളമിറങ്ങി തുടങ്ങിയതായും ആസാം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നടപടി ആരംഭിച്ചതായും സർക്കാർ അറിയിച്ചു. ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രളയ സമാനമായ സാഹചര്യം തുടരുകയാണ്. ബാഗ്മതി നദി കരകവിഞ്ഞൊഴുകിയതോടെ മുസഫർപൂരിൽ 100ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി. 1300ഓളം ഗ്രാമങ്ങൾ പ്രളയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയെ തുടർന്ന് കൊങ്കൺ പാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. രത്നഗിരിക്കും റായ്ഗഡിനും ഇടയിൽ തുരങ്കത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതിനിടെ മഴക്കെടുതി തുടരുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി. അസം, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി അമിത് ഷാ സംസാരിച്ചു. എല്ലാ സഹായവും ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പു നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.